നമസ്കാരം. ദേവരാജശ്രീയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുമത വിശ്വാസികളുടെ നോമ്പിന്റെ കാലമാണല്ലോ ഇത്. യേശുക്രിസ്തു അനുഭവിച്ച പീഠാനുഭവങ്ങളെ പറ്റിയും മരണത്തെ പറ്റിയും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ചിന്തിക്കുന്ന പുണ്യനാളുകളാണ് ഇത്. ഈ സമയത്ത് വിശ്വാസികൾ ഇഷ്ടഭക്ഷണം വെടിഞ്ഞും പ്രാർത്ഥനകൾ ചൊല്ലിയും ആ നാളുകളെ വരവേൽക്കുന്നു. ഈ നോമ്പുകാലത്തിന് ദേവരാജൻ മാസ്റ്ററുമായി ഒരു ബന്ധമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 50 ദിവസത്തെ നോമ്പിന്റെ സമയത്ത് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും പള്ളികളിൽ കുരിശിന്റെ വഴി എന്നൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. യേശുക്രിസ്തു അനുഭവിച്ച പീഠാനുഭവങ്ങളുടെ പുനരാവിഷ്കരണമാണ് ഇത്. ഈ സമയത്ത് പള്ളികളിൽ ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. നമ്മൾ ആ ഗാനത്തിലൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയ കുരിശിന്റെ വഴിയേ വരുന്നു. കുരിശിന്റെ വഴിയിൽ ആലപിക്കുന്ന ഈ ഗാനം എന്താണ് ദേവരാജശ്രീയിൽ പാടിയത് എന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. നമുക്ക് അതിന്റെ പിന്നിലെ കഥ ശ്രീ പ്രകാശിൽ നിന്നും ചോദിച്ചറിയാം. ഇപ്പൊ നമ്മൾ പാടിയ ആ 4 വരി ശരിക്കും മനസ്സിൽ ഭക്തി ഇല്ലാത്തവർക്ക് പോലും ഒരു ഭക്തി ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ ഒരു സഹനത്തെയൊക്കെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു ട്യൂണാണ്. അപ്പോൾ ഈ ഒരു ഗാനം നമ്മൾ ഇന്ന് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും. അതായത് 1988 ഞാനും ദേവരാജ മാസ്റ്ററും കൂടി ഒരു തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരത്ത് പാളയം ചർച്ചുണ്ട്. ആ ചർച്ചിൽ നിന്ന് ഈ കുരിശിൻ്റെ വഴി എന്നുള്ള പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് PMG ജംഗ്ഷൻ എന്ന് പറയും തിരുവനന്തപുരത്ത്. അവിടെ ഒരു സീറോ മലബാർ സഭയുടെ ഒരു പള്ളിയുണ്ട്, ലൂർദ് പള്ളി. അതുവഴി തിരിച്ച് വീണ്ടും ഈ പാളയം പള്ളി വരുന്നതാണ്, ചുറ്റി വരുന്നതാണ് കുരിശിൻ്റെ വഴി. അപ്പം ഞാൻ മാസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയുടെ ഇടയിൽ പെട്ടുപോയി. ഞങ്ങൾ ആ BJT ഹാളിന് കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾ സ്റ്റാച്യു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ തിരക്കൊക്കെ വണ്ടിയൊക്കെ ബ്ലോക്കായി. അപ്പോൾ ഈ കുരിശിൻ്റെ വഴിയിൽ ഇപ്പോൾ പാടിയില്ല, ആതിര പാടിയ ഈ ഗാനം അന്ന് ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ കൂടെ മാസ്റ്ററുണ്ട്, ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞ് ഇത് എൻ്റെ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് എൻ്റെ ട്യൂണാണ്. അവരിങ്ങനെ പാടി പാടി പോകുക. ഈ ഒരു ഗ്രൂപ്പ് ഒരു വണ്ടിക്കകത്ത് സൗണ്ട് സിസ്റ്റമൊക്കെ ഉണ്ട്, ഇത് വെച്ച് കൊയർ സംഘം ഇങ്ങനെ പോവുക. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ പോയപ്പോൾ മാസ്റ്റർ ഇത് എൻ്റെ ട്യൂണാണെന്ന് പറഞ്ഞു. വരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ട്യൂൺ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് മാസ്റ്ററിൻ്റെ ട്യൂണാണെന്ന് മാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഇതെങ്ങനെ, എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന്. അപ്പോൾ മാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ എന്നെ പറഞ്ഞ് കാസറ്റ് ഇങ്ങനെ മാസ്റ്റർ ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. മാസ്റ്ററിൻ്റെ പിന്നെ നാടകഗാനങ്ങൾ എന്ന് എഴുതിയേക്കുന്ന അവിടെ നിന്ന് കാസറ്റുകൾ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 3-4 കാസറ്റ് എടുത്ത് കൊടുത്തു മാസ്റ്റർ. അപ്പോൾ അതിന് മാസ്റ്റർ ഈ ട്യൂണുള്ള ഒരു നാടകഗാനം എടുത്ത് ടേപ്പിൽ ഇടാൻ പറഞ്ഞു. വരി വേറെയാണ്. അതായത് അത് ഇങ്ങനെ ഇരിക്കും. കുരിശു ചുമന്നവനേ നിൻ വഴി തിരയുന്നു ഞങ്ങൾ, കുരിശു ചുമന്നവനേ നിൻ വഴി തിരയുന്നു ഞങ്ങൾ, കരുണ നിറഞ്ഞവനേ നിൻ കഴൽ തിരയുന്നു ഞങ്ങൾ, കരുണ നിറഞ്ഞവനേ നിൻ കഴൽ തിരയുന്നു ഞങ്ങൾ, കുരിശു ചുമന്നവനേ നിൻ വഴി തിരയുന്നു ഞങ്ങൾ, കരുണ നിറഞ്ഞവനേ നിൻ കഴൽ തിരയുന്നു ഞങ്ങൾ. ഇത് കേട്ടപ്പോൾ മാസ്റ്റർ പറഞ്ഞ് ഇത് കാക്കപ്പൻ എന്ന് പറഞ്ഞ നാടകത്തിന് വേണ്ടി 60 അങ്ങാണ്ടാണ് മാസ്റ്റർ 63 റെക്കോർഡ് ഇറക്കിയതാണ്. 60 ഈ നാടകത്തിൽ ഈ പാട്ട് വരുന്നത്.
ഈ നാടകഗാനം ഇത് റെക്കോർഡ് നാടകഗാനം സ്റ്റേജ് പാടിയിരിക്കുന്നത് നമ്മുടെ സിയു ആൻഡോ എന്ന് പറഞ്ഞ ആൻഡോ ചേട്ടനാണ് ഇതിൽ പാടിയിരിക്കുന്നത്. ഉം. ഇത് റെക്കോർഡിൽ പാടിയിരിക്കുന്ന എ.പി. അന്നത്തെ കോമള. A.P. കോമള എന്നുള്ള പ്രശസ്ത ഗായിക. ഉം. അതിന്റെ കോറസ് പാടിയിരിക്കുന്നത് ദേവരാജ മാസ്റ്ററാണ്. ശബ്ദം നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും. കാര്യത്തിൽ ഇപ്പൊ ഈ ഇതെല്ലാം യൂട്യൂബിലുണ്ട്, ഈ ഒറിജിനൽ. അത് A.P. കോമള പാടിയ പാട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് ദേവരാജ മാസ്റ്ററാണ് അതിന്റെ കോറസ് പാടിയത്. മാസ്റ്ററാണ് എന്റെ പാടിയത്, ഞാനാ പാടിയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എന്തുകൊണ്ട് അദ്ദേഹം കോറസ് പാടിയെന്ന് പറഞ്ഞാൽ മദ്രാസിലെ റെക്കോർഡ് ചെയ്തു. അന്ന് മലയാളം പാടുന്ന കോറസ് ആയാലും കിട്ടാനില്ല. 60 കാലഘട്ടത്തിലൊക്കെ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ 1-2 പേരൊക്കെ എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാസം കൂടെ നിന്നാണ് പാടുന്നത്. അതുപോലെ ഈ 64 ഇറങ്ങിയ മണവാട്ടിയിലെ ഇടയ കന്യക എന്നൊരു പാട്ടുണ്ട്. ആ ഇടയ കന്യകയിലും കോറസ് ദേവരാജ മാസ്റ്റർ പാടി. അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ട് ഇതിൽ പാടിയേക്കാം. കോറസ് പറഞ്ഞാൽ 1-2 പേരാണ് പാടിയിരിക്കുന്നത് കോറസ് എന്ന് പറയുന്നത്. അപ്പൊ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ട്യൂൺ അത് മാസ്റ്ററുടെ ആയിരുന്നു എന്നുള്ളത് മാസ്റ്ററുടെ കൂടെ ഇരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഇതിന്റെ അനുപല്ലവി അതെന്ന് പറഞ്ഞാൽ വളരെ വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്ന സംഗീതം. അപ്പൊ പണ്ട് ഞാൻ ഇത് കേൾക്കുമ്പോൾ ഇത് ദേവരാജ മാസ്റ്റർ ചെയ്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏതോ ഫാദർ ചെയ്തെന്നോ അങ്ങനെയൊക്കെയാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ക്രിസ്തുവിന്റെ ഈ പീഡാസഹനത്തിന് ഈ 14 സ്ഥലത്തും ഇവര് ഇത് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആചരിക്കുമ്പോൾ ഈ ഓരോ ഭാഗത്തും ഇത് ഇങ്ങനെ പാടിയാണ് വരുന്നത് ഈ പള്ളികളിലൊക്കെ. അപ്പോൾ കുഞ്ഞുനാളിൽ ഇതെല്ലാം ഇങ്ങനെ കണ്ട് കേട്ട് ഇത് വളർന്നിട്ടുള്ളതാണല്ലോ ഞാൻ. പക്ഷേ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരാളാണ് ദേവരാജ മാസ്റ്ററാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഞാൻ ഈ 88-ലാണ് അറിയുന്നത്. അതും നേരിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അറിയാം. അദ്ദേഹത്തിന് വലിയ പിടിയൊന്നും ഇല്ല ഇത് ഈ കേരളത്തിൽ ഇതൊക്കെ പാടുന്ന കാര്യം. അദ്ദേഹം മദ്രാസിലല്ലേ, അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് സന്തോഷമുണ്ട് ഇങ്ങനെ പാടിയതിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടി തന്നെ അവർ പാടുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ഗാനങ്ങളിൽ, ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ ഈ ഗാനം വളരെ മുകൾ തട്ടിൽ നിന്നൊരു പാട്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ ഇത് ആ ദുഃഖം, യേശുവിന്റെ സഹനവും ഇതെല്ലാം വരുമ്പോൾ ആ ദുഃഖ സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ ട്യൂണിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ ഒരു സിറ്റുവേഷൻ. അതേ സിറ്റുവേഷൻ തിരിച്ച് നമ്മൾ എടുത്തു ഇത് നമ്മുടെ ചർച്ചകളിൽ ഉപയോഗിക്കുന്നു. അതെ, എത്രയോ വരുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ ഏറ്റവും പുണ്യനാളുകളായി കാണുന്ന ആ സമയത്ത് പള്ളികളിൽ ദേവരാജ മാസ്റ്ററിന്റെ ഗാനമാണ് പാടുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് ഭൂമിയിൽ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും എത്ര ഗ്രേറ്റ് ആണ് അദ്ദേഹം എന്നുള്ളത് ആലോചിക്കുക. കാരണം വെച്ചാൽ ഇത് അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ കൊണ്ട് മാത്രമേ ഈ രീതിയിൽ ട്യൂൺ ചെയ്യാൻ പറ്റൂ. വളരെ സിമ്പിളാണ്. പക്ഷെ അതിന് വരുന്ന അതിന്റെ ഭാവതലങ്ങൾ എന്ന് പറയുന്നത് വേറൊരു രീതിയാണത്. ഹാർമണി. ഇതിന്റെ അനുപല്ലവി ഒന്ന് പാടി നോക്കും. ഇറക്കിയ കാക്കപ്പൊന്ന് എന്ന നാടകത്തിന് വേണ്ടി ശ്രീ ONV കുറുപ്പ് രചിച്ച് ശ്രീ ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഞാൻ ഇത് ഇന്ന് നമ്മൾ പാടാൻ വേണ്ടിയിട്ട് ഞാനിത് യൂട്യൂബിൽ നോക്കി, അപ്പം ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പാടിയ കുരിശിൽ മരിച്ചവനെ എന്നുള്ളതും കണ്ടു, കുരിശ് ചുമന്നവനെ എന്നുള്ള രണ്ടും കണ്ടു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. പണ്ടത്തെ നാടകഗാനത്തിന്റെ ആ വരികൾക്ക് സമാനമായ ഒരു രചന മറ്റൊരാൾ ചെയ്യുകയും അതിന് ഇതേ ഈണത്തിൽ കുരിശിൽ മരിച്ചവനെ എന്ന് പറയുന്ന ഗാനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും മാസ്റ്ററുടെ ട്യൂണാണ്. അപ്പൊ വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ വെർഷൻസ് കണ്ടു യൂട്യൂബിൽ കുരിശിൽ മരിച്ചവനെ, പലരും പാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വേർഷനിലും പലരുടെയും പേരാണ് സംഗീതം എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത്. സംഗീതം പലരുടെയും പേരാണ്. മാസ്റ്ററുടെ പേര് ഒരു
ഒരു ഗാനത്തിൽ പോലും മാസ്റ്ററുടെ പേര് കണ്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് അത്രയും മഹാനായ ഒരു വ്യക്തി ഗ്രേറ്റ് ആയിട്ട് ചെയ്തു വെച്ച ഒരു ഈണമാണ്. ആ ഈണം ആ ഈണത്തിന് വരികൾ എഴുതി അത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാര് ഈ ഒരു സമയത്ത് കേൾക്കുന്നു, പാടുന്നു. അപ്പോ അതിന് ശരിക്കും ഈണം നൽകിയ ആ ശില്പിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പാട്ട് കുരിശിൽ മരിച്ചവനെ എന്നുള്ള പാട്ട് അറിയാവുന്നവർക്ക് ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല. അത് ജി ദേവരാജൻ ചെയ്ത ഈണമാണ്. അന്ന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ ക്രിസ്തുമത വിശ്വാസികളാണ് ഇത് പാടുന്നത് പള്ളികളിൽ. പ്രത്യേകിച്ച് കത്തോലിക്ക കത്തോലിക്ക സഭയിലുള്ളവരാണ് ഇത് കുരിശിന്റെ വഴി കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും തുടരും എന്നുള്ള കാര്യം ഇതിൽ ഉറപ്പാണ്. ദേവരാജൻ മാസ്റ്റർ ശബരിമല ശ്രീ അയ്യപ്പന് ഉറങ്ങാൻ മാസ്റ്ററുടെ ഹരിവരാസനമാണ്. അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ പറ്റി ഓർക്കുന്ന ആ സമയത്ത് ആലപിക്കുന്ന ഗാനവും മാസ്റ്ററുടെയാണ്. അപ്പോ ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ച് ശബരിമലയിലെ ഹരിവരാസനവും ക്രിസ്തുവിന്റെ പീഡാസന കാലത്ത് കുരിശിന്റെ വഴിയിൽ പാടുന്ന കുരിശ് മരിച്ചവന് എന്നുള്ള ഗാനവും ഈ ദേവരാജ മാസ്റ്ററിന്റെ ഈണത്തിൽ വന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഒരു സംഗീത സംവിധാനം എന്ന നിലയിൽ ദേവരാജ മാസ്റ്ററിന് ഈ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ നമ്മളുടെ ഒരു ഗുരുദക്ഷിണ സമൂഹത്തിന്റെ ഈ ഒരു ഗാനത്തോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ പ്രേക്ഷകരും ഇത് ആദ്യമായിട്ടായിരിക്കും മിക്കവാറും. പലർക്കും അറിയുന്നവരുണ്ടാവാം, പക്ഷെ കൂടുതലും പേർക്ക് അറിയില്ല. ഞാൻ 88-ലാണ് എനിക്കിത് മനസ്സിലായത് തന്നെ. അത് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ഈ സമൂഹ മാധ്യമങ്ങളൊന്നും ഒന്നുമില്ല. അന്ന് കാസറ്റ് മാത്രമേ ഉള്ളൂ ഒന്ന് കേൾക്കണമെങ്കിൽ. അത് നമുക്ക് കയ്യിൽ ടേപ്പ് റെക്കോർഡ് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത്. മാസ്റ്ററുടെ സംഗീതം നമുക്ക് ആരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ മാസ്റ്റർ അന്ന് 1960-ലൊക്കെ ചെയ്ത ഒന്ന് നാടകത്തിന് വേണ്ടി ചെയ്ത കുരിശു ചുമന്നവനെ എന്ന് പറയുന്ന ഗാനം, അതേപോലെ തന്നെ ഹരിവരാസനം, അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അന്ന് മാസ്റ്റർ അറിയുന്നില്ല ഇത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മാസ്റ്റർ അറിയുന്നില്ല. മാസ്റ്റർ അന്നത്തെ ഒരു സിറ്റുവേഷന് വേണ്ടി ഏറ്റവും നന്നായിട്ട് കഴിവ് അവിടെ കാണിച്ചു. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇത് ഇത്രയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നൂറ്റാണ്ടുകളോളം ഇത് ഇങ്ങനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ദേവരാജൻ മാസ്റ്റർ എന്നുള്ള ലെജൻഡിന് ഈ പ്രകൃതി കൊടുത്ത ഒരു ശരിക്കും അവാർഡ്. അപ്പോ ഈ പുണ്യമാസത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ ഒരു ഗാനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നമസ്കാരം.